പുതിയ ഗവൺമെൻറ് രൂപീകരിക്കാൻ പോകുന്ന ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ സ്ത്രീകൾക്ക് 15-ാം തീയതി മുതൽ KSRTC ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കാം എന്ന് വാഗ്ദാനം കൊടുത്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആ സൗജന്യ യാത്ര ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൽ ഞങ്ങൾക്ക് കൂടി, ഞങ്ങൾ സ്ത്രീകളല്ലേ, ഞങ്ങൾക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട് വന്നതാണ്. വന്ന് ബസ്സിൽ കയറിയപ്പോൾ KSRTCയിലെ ജീവനക്കാരൻ പറഞ്ഞു, ഇല്ല, അത്തരത്തിലൊരു വാഗ്ദാനം, അതൊരു പൊള്ളയായ വാഗ്ദാനമായിരുന്നു, അത് നടപ്പിലാക്കിയിട്ടില്ല എന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായത്? അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസാണ് KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അല്ല, ബസ്സിൽ നിന്നും ഇറക്കി വിടുകയല്ല, ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് KSRTCയിലെ ജീവനക്കാരൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുമായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് കിട്ടിയ വാഗ്ദാനം അനുസരിച്ചിട്ടുണ്ട്. വാഗ്ദാനം അറിയാലോ, സൗജന്യ യാത്രയാണ് 15-ാം തീയതി മുതൽ എന്നറിഞ്ഞിട്ട് വന്നതാണ്. വാഗ്ദാനങ്ങൾ അങ്ങനെ നമുക്കറിയാം. രമേശ് പിഷാരടിയുടെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയ്ക്കകത്ത് സ്ത്രീകൾക്ക് ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ഇത്രയും ബുദ്ധിമുട്ടുന്ന കേരളത്തിലെ വനിതകൾ, ആ വനിതകൾക്ക് ഇനി മുതൽ എവിടെ വേണോ പോകാനായിട്ട് KSRTCയിൽ സൗജന്യമായിട്ടുള്ള യാത്രകൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്.